സോ വാട്സ്ആപ്പ് ഗെയിമേഴ്സ് അപ്പോൾ again എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയോട് സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ട് നമ്മുടെ കാർ ഫോർ ട്രേഡിന്റെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഷോറൂമിന്റെ അവസ്ഥ. ഞാൻ ഓഫ് ക്യാമറയിൽ കളിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ലെവലൊന്ന് അപ്ഗ്രേഡ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വീഡിയോ എടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ കാർ ഇടാൻ പറ്റില്ല. ഈ കാർ കണ്ട, ഇത് ഞാൻ മേടിച്ച കാറില്ല, ഇത് ഇവിടെ വെറുതെ ഷോക്ക് വെച്ചിരിക്കുന്ന കാറാണ്. ഇത് വിൽക്കാനും പറ്റില്ല, ഇനി ഇത് മാറ്റാനും പറ്റില്ല, ഇതുകൊണ്ടൊരു ഗുണമില്ല. മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാർ ഇടാനും പറ്റൂല, ഷോറൂമിൻ്റെ ഉള്ളിൽ കാർ ഇടാൻ പറ്റൂല, നമുക്ക് പുറത്തിടാൻ പറ്റുള്ളൂ. ഈ JDM കാർ എന്ന് പറഞ്ഞ കാർ അത്യാവശ്യം നല്ല കാറാണ് തോന്നുന്നുണ്ട്. ബെസ്റ്റ് പ്രൈസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും വാങ്ങാം. 276 HP ഒക്കെ ഉണ്ട്. ഒരു 50,000 രൂപക്ക് എന്തായാലും വിൽക്കാന്ന്. എവിടെ ഇതല്ല വഴി? ഈ വണ്ടി, പക്ഷെ ഈ വണ്ടി ആകെ ചവറായിക്കണ്. ഒരു കാര്യം ചെയ്യാം. സൗണ്ട് കിട്ടില്ല ഈ വണ്ടിയുടെ. അവിടെ ഇടിക്കല്ലേ. നമുക്കതിൽ ഈ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കഴുകി നോക്കാം, എന്നിട്ട് നോക്കാം എന്ത് ഈ വണ്ടിയുടെ അവസ്ഥ. അന്തസ് ഓക്കെ ഓക്കെ. ഇപ്പൊ ഇത് മാനുവലായിട്ട് വാഷ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അതായത് നമ്മൾ തന്നെ കഴുകണം. ഇവിടെ നമ്മൾ പൈസ കൊടുക്കണം, 100 രൂപ കൊടുക്കണം, $100 കൊടുക്കണം. നമ്മൾ തന്നെ ഇങ്ങനെ കഴുകണം. കണ്ട 5 minutes later. ഓക്കെ. എടാ കാറിന്റെ ലുക്ക് തന്നെ മാറി. അള്ളിയോ പൈസ കേട്ടോ, വെളുത്ത കിടിലം കാറ്. നമുക്കെന്തായാലേ വണ്ടി നമുക്ക് മെല്ലെ ബാക്കിലേക്ക് എടുക്കാം. ഓട്ടോമോട്ടോക്ക് വേറെ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യണതിൽ വേണ്ടല്ലേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തായാലേ ഈ വണ്ടി നേരെ നമുക്ക് നമ്മുടെ ഷോറൂമിൽ കൊണ്ടുപോവാം. തിരിക്കാം പോട്ടെ. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഷോറൂമാണ് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടാ, കുഴപ്പമില്ല. പക്ഷേ അകത്ത് വണ്ടിയൊന്നും ഇടാൻ പറ്റൂല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ കാറ് വിൽക്കാടാ. നോക്കട്ടെ, ഇവിടെ അല്ല, എക്സ്പെൻസ് 2 കാർ നമ്മൾ വാങ്ങിക്കണ്. ഞാൻ ഇപ്പൊ ഒരു കാർ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 50,000 നമുക്കിത് കൂട്ടും. ഒരു 55,000 അല്ല ഒരു 54,000 നമുക്ക് ഫുള്ള് കൂട്ടി നോക്കിയാലോ. നമുക്ക് $58,000 ഇടാം. 0 നമുക്ക് 1% ഇടാം. ഇത്ര 5% നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കി നോക്കാം ആളെത്ര പൈസ പറയാന്ന്. നമ്മളത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാർ കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കാർ നോക്കട്ടെ. ഈ വണ്ടി ഇത് എക്സലന്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയതാണ് ഈ വണ്ടിക്ക്. പക്ഷെ ഈ വണ്ടിക്കൊരു കേടുപാടുകളൊന്നുമില്ല. നമുക്ക് ഈ വണ്ടി അങ്ങനെ തന്നെ വിൽക്കാടാ. ഈ നല്ല അടിപൊളി വണ്ടി, നല്ല വിലയുള്ള $1 ലക്ഷം അല്ലെങ്കിൽ $1.5 ലക്ഷം വണ്ടിയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് നല്ല മോഡിഫിക്കേഷൻ ചെയ്യാം, എന്നിട്ട് വിൽക്കാം. അപ്പൊ ചിലപ്പോൾ നമുക്ക് പൈസ കൂട്ടിയിട്ട് വിൽക്കാൻ പറ്റും. നമുക്ക് നോക്കി നോക്കാം. ഇതിവിടെ അല്ല, എപ്പോഴും മാറും. നമ്മൾ വാങ്ങിയ 2 വണ്ടികൾ 2017 മോഡലാണ്. ഇത് നമുക്കൊരു 5% ഇട്ട് നോക്കാം. 5% ആക്കി വെക്കാം. ഇവരെന്താ പറയാൻ നമുക്ക് നോക്കാം. ഇവര് പക്ഷെ 56,000 മതി. വെറും $2,000 കുറച്ചിട്ടുള്ളൂ. നമുക്ക് ലാഭമാണ്, നമ്മൾ വിറ്റ്. ഇവരൊക്കെ $1,000 കുറച്ചുള്ളൂ വിറ്റ്. നമുക്കണ്ട ഫസ്റ്റ് സെയിലിൽ തന്നെ $23,000 പ്രോഫിറ്റ് ആണ്. അപ്പൊ അതാണ് കാര്യം. അപ്പൊ പെർസെന്റേജ് നോക്കിയിട്ട് കാര്യമില്ല, മനസ്സിലായ? നമ്മൾ മാക്സിമം പൈസ കൂട്ടിയാൽ മതി. ഇനിയിപ്പോ എക്സലന്റ് പ്രൈസ് ഏതാ? ഈ കാർ എക്സലന്റ് പ്രൈസാ കാണിക്കണേ. അത് വാങ്ങാൻ നമുക്ക് 51,000 കാണിക്കണം. നമ്മൾ 45,000 വണ്ടി വാങ്ങി നമുക്ക് എത്രയും വിൽക്കാൻ പറ്റും നോക്കാം. ഈ വണ്ടി കുറച്ച് പൊടി വെക്കും. നമുക്ക് ഈ വണ്ടി പോയി കഴുകിയിട്ട് വരാം. A few moments later. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ചാനൽ എന്തായാലും ഏകദേശം 200 സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ടുണ്ട്. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണാൻ എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് അടിക്കാനും കൂടി ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കിപ്പോ കിട്ടിയ വണ്ടി എന്തായാലും വിൽക്കാടാ. ഇത് 1995 മോഡൽ വണ്ടിയാണ്. നമ്മൾ 45,000 ഈ വണ്ടി വാങ്ങിയത്. നമുക്ക് ഫുൾ പ്രൈസ് ഇടാം. 1% മതി നമുക്ക്. 1% 61,000 ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ വണ്ടി. എന്തായാലും 55,000 മേലൊക്കെ എന്തായാലും ഈ വണ്ടി സെയിലാവുന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കി നോക്കാം. ഇവരെന്താ പറയാൻ നമുക്ക് നോക്കാം. കണ്ടാ ഇവര് 60,000 പറഞ്ഞു.
അടക്കം ഇവിടുത്തെ ആൾക്കാരൊക്കെ പൊട്ടന്മാരാണ്. നമ്മൾ $45,000 വണ്ടി വാങ്ങി, നമ്മൾ $60,000 അത് വിൽക്കുന്നത്. $15,000 ലാഭം, കൊള്ള ലാഭം നമ്മൾ വിറ്റ്. $1,38,000 ഉണ്ട് ഇപ്പൊ നമ്മുടെ കൈക്കല്. നമുക്കൊരു കാര്യം ചെയ്യാം, ലോക്കലിൽ പോയിട്ട് നോക്കാം. ലോക്കൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വണ്ടി ഉണ്ടാ നോക്കാം. ഈ വണ്ടി നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ബെസ്റ്റ് പ്രൈസാണ് കാണിക്കുന്നത്. 1,35,000 നമുക്ക് വാങ്ങാം. ടെലപ്പോർട്ട് ആയിട്ട് നമ്മള് എന്താ ബർവേറിയൻ അങ്ങനെ എന്താ പറഞ്ഞ ആ വണ്ടിയല്ലേ. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ട വണ്ടി. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ വന്നാ പൈസ കൂടണാവട്ടാ. ഈ വണ്ടി കുറച്ച് ചളിയൊക്കെ പിടിച്ചിരിക്കുന്നത്, അത് കുഴപ്പമില്ല, നമുക്ക് വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ. ഒരു പൈസ കൂട്ടി വേണ്ട, ഒരു പൈസ കൂട്ടിയറാ. നമ്മൾ 1,35,000 കണ്ട് ബാർഗെയിൻ ചെയ്യാം. നമുക്ക് 1,35,000 പിടിക്കാം. കൊടുത്തുണ്ട്. ഓക്കെ, ഗുഡ് ഓഫർ ആയി ലൈക്കിട്ടിന്ന്. ഓക്കെ, നമ്മൾ വാങ്ങി. 1,35,000 വാങ്ങി നമ്മള്. ഈ വണ്ടി ഒന്ന് കഴുകണം. കാർ വാഷിക്ക് നമുക്ക് എന്തെങ്കിലും ടെലിപ്പോർട്ട് ആവാ. ഓടിച്ചു പോകാനൊന്നും വയ്യ. ഇവിടെ ഇടണ്ടാ. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എക്സ്ട്രാ ടൈം നമ്മൾ കാത്തിക്കേണ്ടി വരും. നമുക്ക് ഇവിടുന്ന് പോവാ. എല്ലാ വണ്ടികൾക്കും റിവേഴ്സ് എടുക്കുമ്പോൾ ഒരേ ഒച്ചല്ലേ തോന്നുന്നത്. ഈ വണ്ടി അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. 100 പുല്ല് പോലെ അടിച്ച്. പോട്ടെ പെർഫെക്റ്റ് ടേണ്. ഇപ്പൊ മോഡിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ട്, പക്ഷെ $3,000 ഉള്ള കയ്യിൽ. അതിന് മാത്രം ഇപ്പൊ എന്ത് മോഡിഫിക്കേഷൻ ചെയ്യണം ഈ വണ്ടിന്. വണ്ടി ഇടിക്കാതെ സൂക്ഷിച്ചു കൊണ്ടുപോകാം നമുക്ക്. നല്ല പൊട്ടലൊക്കെ ഉണ്ട്. ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡീലർഷിപ്പ് എന്തായാലും ക്ലോസ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അല്ല, ക്ലോസ് ആയ ഓട്ടോമാറ്റിക് ആയിട്ട്. നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ പോയിട്ട് നെക്സ്റ്റ് ഡേ ആക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഷോറൂമിലേക്ക് പോവാ. ഷോറൂമിലേക്ക് ബസ് സ്റ്റോപ്പിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് കൊടുക്കാം. 50 രൂപ കൊടുക്കാം. നമുക്ക് നോക്കാം ഈ വണ്ടി എത്ര രൂപക്ക് നമുക്ക് വിൽക്കാൻ പറ്റുന്നത്. ബെസ്റ്റ് പ്രൈസ് തന്നെയല്ലേ കൊടുത്ത്? ഓർമ്മല്ല, മറന്ന്. നമ്മളെന്തായാലും നമ്മുടെ ഡീലർഷിപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം ആ കാർ എത്ര രൂപക്ക് വിൽക്കാൻ പറ്റുന്നത്. 2022 മോഡലാണ്. അല്ലെ, നമ്മൾ എത്രയും ഈ വണ്ടി വാങ്ങി? 1,35,000 നമ്മൾ ഈ വണ്ടി വാങ്ങി. നമുക്ക് 1,58,000 വരെ മാക്സിമം വിൽക്കാം. നമുക്ക് 1% ഇട്ടാ നേരത്തെ മാതിരി. 0% ആക്കണ്ട, ചിലപ്പോ പണി കിട്ടും. ഉറപ്പാണ് ഇവര് നല്ല പൈസക്ക് വാങ്ങും. ഇവിടുത്തെ ആൾക്കാർ ഫുള്ള് പൊട്ടന്മാരാണ്. നോക്കാം. ഇവര് പറയണ $1,54,000 ഇവര് പറയണത്. നമുക്ക് ലാഭാ വിറ്റ്. നമുക്ക് 1,38,000 ഉണ്ടായത്, നമുക്ക് $20,000 ലാഭാ. ജർമ്മൻ ക്വാട്രോ. ഓക്കെ, ഈ വണ്ടി ഉണ്ടാ. ഈ വണ്ടിക്ക് $1,35,000 കാണിക്കുന്നത്. എക്സലന്റ് പ്രൈസ് എന്ന് കാണിക്കുന്നത്. അതായത് ഏറ്റവും ടോപ്പ്, ഏറ്റവും നല്ല പ്രൈസ് എന്ന് പറയുന്നത് ഇവര്. അപ്പൊ നമുക്ക് വാങ്ങാം, നമ്മൾ വാങ്ങും. അതുകൊണ്ട് 1,67,000 വരെ നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് വിൽക്കാം. ഈ വണ്ടി നമുക്ക് 2,00,000 വിൽക്കാൻ പറ്റും. നോക്കാം. ഇതാ വണ്ടിയാ ഈ ചവറുമായിരുള്ള. നമുക്ക് പോയി ഫുള്ള് കഴുകി സെറ്റ് ആക്കിട്ട് വരാം. 1 week later. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും നമ്മുടെ വണ്ടിയുടെ പാർക്കേജ് വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ വണ്ടി എത്ര വിലക്ക് വിൽക്കാൻ പറ്റും നോക്കാം. നമുക്ക് എന്തായാലും ഏറ്റവും മിനിമം പ്രൈസ് തന്നെ കൊള്ള ലാഭമാണ്. 2019 മോഡൽ വണ്ടി നമുക്ക് 2,00,000 വരെയാണ്. നമ്മൾ 2,00,000 ഇടും. 1% ആക്കി വെച്ചിട്ടുണ്ട്. നോക്കാം, ഒരു 1,90,000 വിലക്ക് എന്തായാലും ഈ വണ്ടിക്ക് കിട്ടും. അങ്ങനെയാണ് എന്റെ മനസ്സ് പറയുന്നത്. നോക്കാം, ഇയാളെ കണ്ടാ അറിയാം നല്ല റിച്ച് ആണെന്ന്. കണ്ടോ, ഇറ്റ്സ് എ ബിറ്റ് ടു മച്ച്. അയക്കേണ്ടോ ഇവര് 2,00,000 വാങ്ങാത്. ഇവര് ആകെ എത്ര
$4000 ആട്ടോ കുറച്ച്. $2,07,000 നമ്മൾ ഇട്ട്. ഇയാൾ പറഞ്ഞ $2,03,000 വിറ്റ്. നോക്ക് നമ്മുടെയൊക്കെ ഇപ്പൊ ഇത്ര പൈസ ഉണ്ട്. $2,27,000 നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പൈസ ആയി. ഓക്കെ, അപ്പൊ നമുക്ക് 2 ലക്ഷത്തിന്റെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇത് G-Wagon അല്ലേ? G-Wagon വാങ്ങാം നമുക്ക്. G-Wagon വാങ്ങി. ജർമ്മൻ ലക്ഷറി എന്നാണ് അതിന്റെ പേരൊക്കെ. അത് കുഴപ്പമില്ല. ഈ വണ്ടി കേടുപാടുകളൊന്നും ഇല്ലല്ലോ. ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം നമുക്ക്. ഓ എന്ത് സ്പീഡാ വണ്ടിക്ക്. ജസ്റ്റ് നമുക്ക് ഒരു റൗണ്ട് ഓടിച്ചിട്ട് വരാം. കാരണം 100 അടിച്ച് ഒന്ന് ഇറക്കിയിട്ടുള്ളൂ. വണ്ടി ഇങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തണം കേട്ടോ, കുറച്ചുകൂടി നല്ല. എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഈ ഒരു വണ്ടി കൂടി വിറ്റിട്ട് നമുക്ക് എന്തായാലും ഡയറക്റ്റ് സെറ്റ് ആക്കാം, അപ്ഗ്രേഡ് ചെയ്യാം കട. 2021 മോഡൽ നമുക്ക് നോക്കാം. നമ്മൾ ഈ വണ്ടി എത്രയാണ് വാങ്ങി? 2,05,000. നമുക്ക് 2,70,000 ടോപ്പിൽ തന്നെ ഇടാം. 1% തന്നെ ഇടാം. അതുകൊണ്ട് നമ്മൾ 1% തന്നെ കറക്റ്റ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ വിൽക്കാം. ഇങ്ങനെ വിറ്റ് നമുക്ക് സുഖമായിട്ട് ആൾക്കാരെ പറ്റിച്ച് കാറ് വിൽക്കാം. നോക്കാം നമുക്ക്. ഒരു 2,50,000 ഈ കാറ് വിറ്റു പോകും. നോക്കട്ടെ. കണ്ട, $2,67,000 വാങ്ങാന്ന്. കുഴപ്പമില്ല, ലാഭം കവിഞ്ഞൊഴുകി. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണുന്ന മാതിരി തന്നെ നമുക്ക് ഏകദേശം $3 ലക്ഷം അടുത്തുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ കാർഡ് അപ്ഗ്രേഡ് ചെയ്ത് നോക്കാം. ഉള്ളിൽ കാർ ഇടാൻ പറ്റിയാൽ മതിയെന്ന് അത്രക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഡീലർഷിപ്പ് അല്ലേ. കണ്ട, ഇതാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത്. കണ്ട, നമ്മൾ ഈ 2 ലക്ഷത്തിന്റെ അപ്ഗ്രേഡ് ചെയ്യാൻ പോണേ. 5 ലക്ഷത്തിന്റെ അപ്ഗ്രേഡ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് 2 ലക്ഷത്തിന്റെ ആക്കാം. അപ്പൊ നല്ല നമ്മൾ കൊടുത്ത് ടൈലൊക്കെ മാറി. എവിടെ അല്ല. ഓക്കെ, വണ്ടി ഉള്ളിലേക്ക് ഇടാൻ പറ്റുമോ? വണ്ടി ഇപ്പോഴും പുറത്താ. എല്ലാം നമുക്ക് ഇവിടെ സ്പേസ് കൂടിട്ടാ. ഇവിടെ നമുക്കൊരു എക്സ്ട്രാ കാർ കൂടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടി. ഉള്ളിൽ വണ്ടി കയറ്റി ഇടാൻ പറ്റുമോ നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ. അയ്യേ, ഇപ്പോഴും ഉള്ളിൽ വണ്ടി കയറ്റിടാൻ പറ്റൂലടാ. ബാത്റൂം ഒക്കെ ഉണ്ട്. ഓ, നമ്മുടെ ഓഫീസൊക്കെ സെറ്റപ്പ് ആയിട്ടാ. ഓ മോനെ, മാക്ബുക്ക് ആണിത്. അല്ല, ഇത് വേറെന്തോ ചാത്ത സാധനവും. മേലൊക്കെ ഉണ്ട്. മേലൊക്കെ എന്താ സെറ്റപ്പ് ആണാവോ? നോക്കി നോക്കാം. ഇതാണ് സംഭവം. ഇത്ര ഉള്ളോ? വണ്ടി ഉള്ളിക്കിടാൻ പറ്റൂല. അത് ശരി. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഷോറൂം മൂഞ്ചിയ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഏകദേശം $92,000 ബാക്കിയുണ്ട്. സോ ഈ വീഡിയോ നമ്മൾ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കാൻ പോവുകയാണ് നമ്മുടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും 200 സബ്സ്ക്രൈബേഴ്സ് അടിച്ച് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒന്നുകൂടി താങ്ക്സ് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ കാണാൻ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കാണാൻ. ഇറ്റ്സ് മീ വിസാൻ സൈനിങ് ഔട്ട് ഗൈസ്. എല്ലാവർക്കും ബൈ.